നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെൻറ്റേഴ്സ് ഓഫ് പവർ ഇൻ സദേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. തെക്കൻ പടിഞ്ഞാറ് ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങൾ. വി ഹാവ് ഡിസ്കസ്ഡ് ദ ഗ്രോത്ത് ഓഫ് ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ ഇൻ മിഡീവൽ ഇന്ത്യ. ദ അതർ ഇമ്പോർട്ടൻറ്റ് കിങ്ഡംസ് ദാറ്റ് prevailed in southern and western India during the period are given below. അധികാര സ്ഥാനമായി മധ്യകാല ഇന്ത്യയിലെ ഡൽഹിയുടെ വളർച്ച നമ്മൾ കണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ തെക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട രാജഭരണങ്ങളെക്കുറിച്ചാണ് താഴെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ചോള കിങ്ഡം, വിജയനഗര കിങ്ഡം, ബാഹ്മനി കിങ്ഡം എന്നീ രാജ്യങ്ങൾ സദേൺ ഇന്ത്യയിൽ തെക്കൻ ഇന്ത്യൻ പ്രദേശത്തായിരുന്നു നിലകൊണ്ടിരുന്നത്. മറാത്ത കിങ്ഡം വെസ്റ്റേൺ ഇന്ത്യയിൽ പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോള കിങ്ഡം, ചോള രാജഭരണം. ദ ചോള ഡൈനാസ്റ്റി ബിക്കം പവർഫുൾ ബൈ CE 9th century. 9ാം നൂറ്റാണ്ടിൽ ചോള രാജഭരണം ശക്തി പ്രാപിച്ചു. രാജരാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള were the prominent ചോള rulers. രാജരാജ ചോളയും രാജേന്ദ്ര ചോളയുമായിരുന്നു ചോള ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. ദ ചോളാസ് ഹാഡ് എ പവർഫുൾ നേവി. ശക്തമായ ഒരു നാവികസേന ഉള്ളവരായിരുന്നു ചോളന്മാർ. ദ influence of the Cholas was extended even to countries like Malaysia and the Indonesian islands. ചോളന്മാരുടെ സ്വാധീനം മലേഷ്യ പിന്നെ ഇന്തോനേഷ്യൻ ദ്വീപുകളിലേക്കും വികസിച്ചു. Observe the map 1.7 and locate the nations outside India that were under the domination of the Chola rule. ചോള രാജാക്കന്മാരുടെ അധികാരത്തിന് കീഴിലുള്ള ഇന്ത്യയ്ക്കു വെളിയിലുള്ള പ്രദേശങ്ങളുടെ സ്ഥാനം മാപ്പ് 1.7 നിന്ന് നോക്കി മനസ്സിലാക്കുക. ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ഐലൻഡ്സ് എന്നിവയാണ് ചോളൻ രാജാക്കന്മാരുടെ കീഴിലുള്ള ഇന്ത്യക്ക് പുറത്തുള്ള പ്രദേശങ്ങൾ. വിജയനഗര കിങ്ഡം, വിജയനഗരൻ രാജഭരണം. ഒരു പേർഷ്യൻ ട്രാവലറായ അബ്ദുൾ റസാഖിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ദിസ് പ്രിൻസ് ഹാസ് ഇൻ ഹിസ് ഡൊമിനിയൻസ് 300 ports, each of which is equal to Calicut, and on terra firma his territories compress a space of 3 months' journey. The country is for the most part well cultivated, very fertile. The crops about in number to 11 lakhs. അബ്ദുൾ റസാഖ്. ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്? താഴെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ദർ വാസ് മെനി പോർട്സ് ഇൻ വിജയനഗര. വിജയനഗരത്തിൽ ഒരുപാട് തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ദ ട്രൂപ്സ് എമൗണ്ട് ഇൻ നമ്പർ ടു 11 lakh. അതായത് സൈന്യത്തിൻ്റെ സംഖ്യ ഏതാണ്ട് 11 ലക്ഷം വരെ ഉണ്ടായിരുന്നു. മറ്റൊന്നെന്ന് പറയുമ്പോൾ ദ കൺട്രി ഈസ് ഫോർ ദ മോസ്റ്റ് പാർട്ട് വെൽ കൾട്ടിവേറ്റഡ്, വെരി ഫെർട്ടൈൽ. ആ രാജ്യത്തിൻ്റെ അധിക ഭാഗങ്ങളും നന്നായി കൃഷി നടത്തിയിരുന്നു, നല്ല വളക്കൂർ ഉള്ളതുകൊണ്ട്. ദ വിജയനഗര കിങ്ഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹരിഹര ആൻഡ് ബുക്ക ഇൻ CE 14th century. കൃഷ്ണദേവരായ വാസ് ദ മേജർ റൂളർ ഓഫ് വിജയനഗര. 14ാം നൂറ്റാണ്ടിൽ ഹരിഹരയും ബുക്കയുമാണ് വിജയനഗരൻ രാജ്യം സ്ഥാപിച്ചത്. വിജയനഗരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായ. ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബാഹ്മനി കിങ്ഡം. അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷാ വാസ് ദ ഫൗണ്ടർ ഓഫ് ദി ബാഹ്മനി കിങ്ഡം. The Raichur region located between the Tungabhadra and the Krishna rivers was fertile. അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷായാണ് ബാഹ്മനി രാജഭരണം കണ്ടുപിടിച്ചത്. തുംഗഭദ്ര, കൃഷ്ണ നദിയുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന റേച്ചൂർ എന്ന പ്രദേശം വളരെ വളക്കൂർ ഉള്ളതാണ്. ഇറ്റ് വാസ് നോൺ ആസ് ദ റൈസ് ബോൾ ഓഫ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ റൈസ് ബോൾ എന്നാണ് ഈ
റേച്ചൂർ എന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത്. The rulers of Bahmani and Vijayanagara frequently engaged in wars to gain control over the Raichur region. റേച്ചൂർ എന്ന പ്രദേശത്തെ തങ്ങളുടെ അധികാര പരിധിയിലാക്കാൻ വേണ്ടി ബാഹ്മനിയിലെ അധികാരിയും വിജയനഗരത്തിലെ അധികാരികളും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. What are the factors that motivated the Vijayanagara and Bahmani rulers to engage in battle for the Raichur region? എന്തൊക്കെ ഘടകങ്ങളാണ് വിജയനഗരൻ ഭരണാധികാരിയെയും ബാഹ്മനി ഭരണാധികാരിയെയും റേച്ചൂർ എന്ന പ്രദേശത്തിനു വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചത്? The Raichur region located between the Tungabhadra and Krishna rivers were fertile. It is known as the rice bowl of South India. Maratha Kingdom, Maratha Rajabharanam. It was in CE 17th century that the Marathas became a prominent power. The geographical features of the region helped the growth of the Marathas. CE 17ാം നൂറ്റാണ്ടിലാണ് മറാത്താസ് പ്രമുഖ ശക്തിയായി മാറിയത്. മറാത്തയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചു. The Vindhya Satpura mountain ranges and the Narmada Tapti rivers separated the Maratha region from the nearby regions. വിന്ധ്യ സത്പുര മലനിരകളും നർമ്മദ താപ്തി നദികളും മറാത്തയെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചു. These geographical features offered natural protection to it. ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മറാത്തയ്ക്ക് ഒരു പ്രകൃതിപരമായ സംരക്ഷണം ഉറപ്പു നൽകി. The Marathi language and literature instilled a sense of unity among the Marathas. മറാത്തി ഭാഷയും സാഹിത്യവും മറാത്തകളുടെ ഇടയിൽ ഒരു ഐക്യബോധത്തെ ഉൾപ്പെടുത്തി. മാപ്പ് 1.8 നിന്ന് ദ റീജിയൻ അണ്ടർ ദി മറാത്ത കിങ്ഡം, മറാത്ത രാജഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശത്തെ നമുക്ക് കാണാൻ സാധിക്കും. പൂനെ എന്നവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മറാത്താസ്? എന്തൊക്കെ ഘടകങ്ങളാണ് മറാത്തയെ അതിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചത്? The geographical features in the region helped to the growth of Marathas. The Vindhya Satpura mountain ranges and Narmada Tapti rivers separated the Maratha from nearby regions. These geographical features offered a natural protection to Maratha. Shivaji was the major ruler of the Maratha kingdom. He adopted the title Chhatrapati. The Marathas had strong army and navy. മറാത്ത രാജഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ശിവാജി. അദ്ദേഹം ഛത്രപതി എന്ന തലക്കെട്ട് സ്വീകരിച്ചു. മറാത്തകൾക്ക് ശക്തമായ സൈന്യവും നാവികസേനയും ഉണ്ടായിരുന്നു. It helped them to be a major political power. Pune was the capital of the Maratha kingdom. ശക്തമായ നാവികസേനയും സൈന്യവും മറാത്തയെ പ്രധാന രാഷ്ട്രീയ ശക്തിയാക്കുന്നതിൽ സഹായിച്ചു. പൂനെയായിരുന്നു മറാത്ത രാജഭരണത്തിൻ്റെ തലസ്ഥാനം. സമ്മറി: ഈ ചാപ്റ്ററിൽ നിന്നുള്ള മെയിൻ പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ചെറിയൊരു ബ്രീഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഇൻസ്പയർഡ് ദ റൂളേഴ്സ് ടു ഓപ്റ്റ് ഡൽഹി ആസ് ദ സെൻറ്റർ ഓഫ് പവർ. ഡൽഹിയുടെ ഭൂപ്രകൃതിപരമായ സവിശേഷതകളാണ് ഭരണാധികാരികളെ ഡൽഹിയെ ഭരണകേന്ദ്രമാക്കാൻ പ്രോത്സാഹിപ്പിച്ചത്. ഇറ്റ് വാസ് അണ്ടർ ദ തൊമർ കിങ്സ് ദാറ്റ് ഡൽഹി ഫസ്റ്റ് ബിക്കം ദ സെൻറ്റർ ഓഫ് പവർ. തൊമർ രാജാക്കന്മാരുടെ കീഴിലാണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമായി മാറിയത്. ദ സുൽത്താനേറ്റ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഡൽഹി ആസ് ഇറ്റ് ക്യാപിറ്റൽ. സുൽത്താനേറ്റ് ഭരണം ഡൽഹിയെ ക്യാപിറ്റലാക്കിയായിരുന്നു സ്ഥാപിച്ചത്. The Sultanate rule expanded further during the reign of Alauddin Khalji and Muhammad bin Tughlaq. അലാവുദ്ദീൻ ഖൽജിയുടെയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെയും ഭരണത്തിന് കീഴിലായിരുന്ന സമയത്താണ് സുൽത്താനേറ്റ് ഭരണം വ്യാപിച്ചത്. ബാബർ, who defeated Ibrahim Lodi in the Battle of Panipat in 1526,
എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ. 1556 നടന്ന പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ കീഴ്പ്പെടുത്തിയ ബാബറാണ് മുഗൾ റൂളിൻ്റെ സ്ഥാപകൻ. അക്ബർ ആൻഡ് ഔറംഗസേബ് played an important role in the expansion of the Mughal Empire. മുഗൾ രാജഭരണത്തിൻ്റെ വിപുലീകരണത്തിൽ അക്ബറും ഔറംഗസേബും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് പവർ എക്സിസ്റ്റഡ് ഇൻ വെസ്റ്റേൺ ആൻഡ് സദേൺ ഇന്ത്യ ഡ്യൂറിംഗ് ദ മെഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിൽ തെക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ പല ഭരണകേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പോർഷൻസിലെ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 പ്രാവശ്യം ടെക്സ്റ്റ് നന്നായി മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അഥവാ ഇനി ടഫായി തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് പറയുക, ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൽത്തുമിഷ്, ജിദൽ കോയിൻ, കൃഷ്ണദേവരായ, വിജയനഗര, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റൽ, ബാബർ, ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അക്ബർ, മൻസബ്ദാരി സിസ്റ്റം. ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് മിഡീവിയൽ ഇന്ത്യയിൽ നമ്മൾ പഠിച്ച ഡൈനാസ്റ്റികളുടെ പ്ലേസ് അല്ലെങ്കിൽ അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൊമർ ഡൈനാസ്റ്റി, ചൗഹാൻ ഡൈനാസ്റ്റി, സുൽത്താനേറ്റ് റൂൾ, മുഗൾ ഡൈനാസ്റ്റി എന്നിവയൊക്കെ ഡൽഹിയിലാണ്. ചോളാസ്, വിജയനഗര, ബാഹ്മനി, മറാത്ത ഇവയെല്ലാം ഇന്ത്യയിലാണ്. ചോളാസ്, വിജയനഗര, ബാഹ്മനി ഇവ മൂന്നുമാണ് സൗത്ത് ഇന്ത്യയിലുള്ളത്. മറാത്ത വെസ്റ്റ് ഇന്ത്യയിലുള്ളതുമാണ്. നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.